ഹലോ. KSEB. എടാ നിനക്കൊക്കെ ശകലമെങ്കിലും നാണം ഉണ്ടാടാ. എടാ ശകലമെങ്കിലും ഉളുപ്പുണ്ടാടാ. ഭയങ്കര തൊലിക്കട്ടി തന്നെ കേട്ടാ നിനക്കൊക്കെ. അയ്യോ മനുഷ്യ ഇവിടെ ചൂടെടുത്ത് പ്രാന്തെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്. അതിന്റെ ഇടയിൽ കൂടെ നിന്റെയൊക്കെ പവർ കട്ട്. 24 മണിക്കൂർ അതിനകത്ത് ഇരിക്കൂലല്ലോ. വെളി ഇറങ്ങുമല്ല. അങ്ങനല്ലോ. തീർത്ത് കളയും. അമ്മ സത്യമായിട്ട് തീർത്ത് കളയും. പയ്യന്മാരെ ഇടപാടാക്കിയിട്ടുണ്ട് മക്കളെ, തീർത്ത് കളയും. ആ ശരി. എന്താ പറഞ്ഞേ? ഹലോ. എല്ലാം കേട്ടായിരുന്നു? കേട്ടായിരുന്ന? പിന്നെ എനിക്ക് കേൾക്കാൻ പറ്റില്ല. ജോലിക്ക് കയറി എന്റെ അന്ന് മുതൽ കേക്കല്ലേ. ഈ സൈഡ് മരവിച്ചിരിക്കുക, ഒന്നും കേൾക്കാൻ എന്ന് മാത്രം കേട്ടിരിക്കുന്നു. ആൾക്കാർ നോക്കാം. സർക്കാർ ജോലി കിട്ടിയ കേരളത്തിൽ പെണ്ണ് ഓക്കെ എന്നാ. കയറി ഇരുന്ന് നോക്കണം. എന്നാ തെറി വിളിയാന്നറിയാം. എന്റെ പൊന്നപ്പോ അബദ്ധത്തിന് നമ്മൾ വല്ല ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞ അപ്പോഴും പറയും, എടാ ഞങ്ങളെയൊക്കെ നികുതി പണം കൊണ്ടല്ലേടാ നിനക്കൊക്കെ ശമ്പളം തരണേന്ന്. ഇതാ കുഴപ്പം. എങ്ങനെയാ ഒരു ദിവസം കഴിഞ്ഞു പോണെന്ന് ഞങ്ങൾക്ക് മാത്രം അറിയാം. എന്താ പറയാം അത് പിടിച്ചേ. പിടിക്കേ പറയാം. എല്ലാം പറയാം. പിടിച്ചേ. ആരെന്ന് പറ. എന്താ സംഭവം? അപ്പടി നന്നായിട്ട് അങ്ങോട്ട് പറയാം. ഓക്കെ പറ. ആരാ? നമസ്കാരം. എന്റെ ആദ്യ രാത്രിയാണ്. കൺഗ്രാജുലേഷൻസ്. അതൊക്കെ പട്ടി. നീ പറ, ഇതെന്താ സംഭവം? പീസ് എവിടെ? നീ ബില്ലടച്ചായിരുന്നാ? ബില്ല് ഞാൻ ഇന്നലെ തന്നെ അടച്ചല്ല. ഞാൻ കറക്റ്റ് ആയിട്ട് ഗൂഗിൾ പേ ചെയ്ത് അടച്ചു. ഇന്നലെ അല്ല, ഇന്ന് അടച്ചു. ഓൺലൈൻ വഴി അടച്ചു. ഇന്ന് രാവിലെയാണ് ഞങ്ങൾ ഫീസ് ഊരിയത്. പക്ഷെ ഇവിടെ സ്റ്റാഫ് ഇല്ല. നാളെ വരാൻ പറ്റുള്ളൂ. നിനക്ക് അത്ര അത്യാവശ്യമാണെങ്കിൽ ആ ബോർഡിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, ആ ഫീസ് എടുത്ത് കുത്തിക്കോ. അതൊക്കെ ഞാൻ നോക്കി. പക്ഷെ നിങ്ങൾ ഫീസ് മാത്രമല്ല, അതിന്റെ ഇടയിലെ നീല വയർ കട്ട് ചെയ്തിട്ട് പോയേക്കുന്നു. നീ ഒരു കാര്യം ചെയ്യ്, അതിനൊന്ന് ജോയിൻ ചെയ്ത് കൊടുത്താ പോരെ? എന്നിട്ട് വേണം ഞാൻ അതിനകത്ത് ഏർത്തടിച്ച് നിന്ന് കുലുങ്ങാൻ. ഇത് കണ്ടോണ്ട് എന്റെ അച്ഛൻ വന്ന് പിടിക്കും, അച്ഛന് നിന്ന് കുലുങ്ങും. അത് കണ്ടോണ്ട് അമ്മ വന്ന് പിടിക്കും, അമ്മ നിന്ന് കുലുങ്ങും. ഇത് കണ്ടോണ്ട് ഞാൻ കെട്ടിക്കൊണ്ട് വന്ന ഭാര്യ പിടിക്കും, അവള് നിന്ന് കുലുങ്ങും. ആ സമയത്ത് ഏതെങ്കിലും ഒരു ക്ലാപ്പം വന്ന് അവക്ക് കൃത്രിമ ശ്വാസം കൊടുക്കണം അല്ലേടാ. എന്നിട്ട് നിനക്ക് എന്റെ വീട് വെട്ടം സിനിമ പോലെ ആക്കാനുള്ള പ്ലാനാണ്. വാട്ട് എ ക്രിയേറ്റിവിറ്റി. എനിക്കറിയത്തില്ല. ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ ഇതുമായിട്ട് ഇവിടെ കേറി വന്നത് എന്റെ ആദ്യ രാത്രി ഇവിടെ വെച്ച് നടത്താൻ പോവാണ്. ഞാൻ ഇതൊരു സർക്കാർ സ്ഥാപനമാണ്. ഇവിടെ വെച്ച് നടത്താൻ പറ്റത്തില്ല, ഞാൻ അനുവദിക്കത്തില്ല. നിനക്കിപ്പോ എന്താ വിഷയം? ആദ്യ രാത്രിയാണോ? എടാ ആദ്യ രാത്രിക്ക് ഇരുട്ടല്ലേ നല്ലത്? ആദ്യ രാത്രിക്ക് ഇരുട്ടാണ് നല്ലത്. പക്ഷെ വീട്ടിൽ പറ്റൂല. എടാ അച്ഛൻ ഒരാഴ്ചയായിട്ട് കിണറ്റിനകത്ത് ഇറങ്ങി ഇരിക്കുവാണ്. എന്തിന്? ചൂട് കാരണം. അപ്പൊ ആഹാരമൊക്കെ എങ്ങനെ കഴിക്കും? അത് അമ്മ തൊട്ടിക്കകത്തിട്ട് താഴോട്ട് ഇറക്കി കൊടുക്കും. അപ്പൊ ഈ പുള്ളി വെളിയിൽ വരാറില്ലേ? വരും. പെൻഷൻ കാശ് വന്നൊന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം എത്തി നോക്കിയിട്ട് താഴോട്ട്. ഒട്ടി കുടുംബം നിനക്ക് അങ്ങനെ വേണം. നീ എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ വെച്ച് ആദ്യ രാത്രി നടത്തിയിട്ടേ ഞാൻ പോവാ. അതിനാണ് കയറി വന്നത്. നിനക്കൊരു കാര്യം അറിയാവാ? 38 വയസ്സാണ് എനിക്ക്. 38 വയസ്സായി. അപ്പോഴാണ് ഒരു കല്യാണമായത്. ഞാനാണോ നിന്നെ സമ്മതിക്കാത്ത കല്യാണം കഴിപ്പിക്കാൻ? ഞാനിവിടെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ആദ്യ രാത്രി ഇവിടെ വെച്ച് നടത്തും. അതാണ് എന്റെ പ്രതിഷേധം. സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട് സമ്മതിക്കത്തില്ല? ഈടാ വിശന്ന് കിടക്കണോ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും കൊണ്ടൊന്ന് ബിരിയാണി കഴിക്കോളാ? മനസ്സിലായില്ല. കല്യാണം കഴിച്ചിട്ടില്ല എന്ന് എടുത്തോണ്ട് പറ. ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടി ഞാൻ ചവിട്ടി കൊട്ടി കൊതിപ്പിക്കാതെ കാട്ടിലെടുത്തോണ്ട് പറ. അയ്യോ വരണേട്ടാ. അയ്യോ അല്ല, ഏയി വരണ. ഏയി അറിഞ്ഞൂടെ? ഇവിടുത്തെ മെയിൻ ആളാണ്. പാതിരാത്രി ഇങ്ങോട്ട്. അയ്യോ അപ്പോ എന്തൊരു ചൂടപ്പോ മഹേഷേ. എന്തൊരു ചൂട് മഹേഷേ. എന്തൊരു ചൂട്. സത്യം പറഞ്ഞാൽ തിരിഞ്ഞടക്കാൻ വയ്യ, ചരിഞ്ഞടക്കാൻ വയ്യ. ഭയങ്കര ചൂട്. ഇരിക്കാൻ പറ്റും. അതെ. ഫ്രിഡ്ജിൽ നല്ല വീട്ടു സാധനങ്ങൾ മൊത്തം ഇരിക്കണം. അല്ലെന്ന് പിന്നെ അച്ഛനും ചിറ്റപ്പനും ഫ്രിഡ്ജിനകത്തല്ലേ ഇപ്പൊ ചീട്ടുകളി. ചൂട് തന്നെ അവർക്ക് ഇരിക്കാൻ പറ്റില്ല. ചൂട് ഭയങ്കര ചൂടല്ലേ, വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈ ചൂട് എങ്ങനെയാണ് ഇത്രയും കൂടിയെന്ന് സാറിന് അറിയാവോ? എന്താ? എന്റെ പൊന്ന സാറേ, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ മാറും. ഞാൻ നമ്മുടെ മീറ്റിങ്ങിന് എത്രയോ പ്രാവശ്യം എണീറ്റെന്ന് പറയാൻ തുടങ്ങിയെന്നറിയോ? ഞാനിത് എണീറ്റെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ശാസ്ത്രലോകം നാണിച്ച് കണ്ണു പത്തും. ഈ തുണിയില്ലാനാണ് എഴുന്നേറ്റ് കാര്യം പറയാൻ പോണത്. അടിച്ചെന്നല്ല, നിനക്ക് ഞാൻ പറ്റില്ല. നിയമല്ലേ സാറേ, ഞാൻ ഒരു കാര്യം പറയാം. എന്നെ സതീശൻ സാറ് പറയാൻ സമ്മതിച്ചിട്ടില്ല. ഞാൻ പറയട്ടെ, ഈ ചൂട് കൂടാൻ കാരണം എന്താണെന്നറിയാവോ? താപനില കൂടുതലാണ്. ഞാനാ തൊണ്ടും ചിരട്ട കൂടെ ഇട്ട് കത്തിച്ച് താപനില കൂട്ടിയത്. എന്റെ അടുത്ത് പറയേണ്ട കാര്യം എന്തിനാ മഹേഷ്? അതാരാ അത്? മനസ്സിലായില്ല. ഇതാരാ സാറേ? ഈ പുള്ളി കറണ്ട് ബില്ല് അടച്ചിട്ടില്ല. കറണ്ട് ബില്ല് അടച്ചിട്ടില്ലേ? സെക്ഷൻ കൺസ്യൂമർ നമ്പർ കറണ്ട് ബില്ല് അടച്ചിട്ടില്ലേ? കൺസ്യൂമർ നമ്പർ എത്രയാന്ന് പറയാ? പേരെന്താ? പേര് 3646. താരിഫ് നോക്ക്. 340. കറണ്ട് ബില്ല് അടച്ചില്ലല്ലേ? 3600. 200 എക്സ്ട്രാ മീറ്റർ റീഡിംഗ് എടുത്താ 3800 രൂപ. എന്റെ സാറേ, ഞാൻ കറണ്ട് ബില്ല് ഇന്ന് അടച്ച ഓൺലൈൻ വഴി അടച്ചാണ്. കാരണം ഇന്ന് വൈകുന്നേരം അടച്ചത്. ഇന്ന് രാവിലെ നമ്മൾ ഫീസ് ഊരിയത്. ദേഷ്യം വെറുതെ ആയില്ലേ? ഇനിയിപ്പോ മീറ്റർ ഇത് ആരെങ്കിലും കറണ്ട് ബില്ല് അടയ്ക്കാൻ
അടയ്ക്കാത്ത ഒരാൾ വരുമ്പോ എന്റെ അടുത്ത് പറയണം കേട്ടോ. എന്താ? ഈ മീറ്റർ തന്നെ എനിക്ക് ദേഷ്യപ്പെടാനാണ്. അത് സാർ എന്ത് വേണം ആയിക്കോ, പക്ഷെ ഇവൻ അതുകൊണ്ട് ആദ്യ രാത്രി ഇവിടെ ആഘോഷിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നേക്കുവാ. ആദ്യ രാത്രി ഇത് എന്ത് മനുഷ്യനാണത്? കംപ്ലൈന്റ് എടുത്തോ പുള്ളിയുടെ? ഇല്ല. പുള്ളിയുടെ കംപ്ലൈന്റ് എന്താ? ഫീസ് ഊരിക്കൊണ്ടു. അതെ. അപ്പൊ പേര് ചോദിച്ചു കംപ്ലൈന്റ് എടു. എന്താണ് അതിന്റെ പേര്? അപൂർവൻ. നീ അങ്ങ് തീരുമാനിച്ചാൽ നീ അപൂർവനാണെന്ന് ഞങ്ങളും കൂടെ പറയണ്ടേ? അപൂർവനാണ്. നീ കുറെ നേരം കൊണ്ട് ഇവിടെ പുരുകണ്ട കേട്ടാ. എന്ത് പേര് മഹേഷ്? എന്ത് പേരാണ്? അപൂർവനോ? എന്ത് പേരാണ്? 28 കെട്ടിനാണ് എന്റെ അച്ഛൻ എനിക്ക് പേരിടാൻ വേണ്ടി മടി പിടിച്ച് കിടത്തി. ആണോ? എന്റെ അച്ഛനും ഞങ്ങളുടെ വല്യച്ഛനായിട്ട് സ്വത്ത് തർക്കത്തിന്റെ പേര് മുടിഞ്ഞ പോരാ. എനിക്ക് പേരിടുന്ന സമയത്ത് ഈ വല്യച്ഛ അച്ഛന്റെ വിഗും പറിച്ചിട്ട് ഒറ്റ ഓട്ടം. അപ്പൊ അച്ഛന് കലികേറിയിട്ട പേരാണ്. അപ്പൊ അച്ഛൻ പേരിട്ടതല്ല, അച്ഛൻ വല്യച്ഛനെ എന്തോ വിളിച്ചതാണ്. ഇവ അത് പേരായിട്ട് കൊണ്ട് നടക്കും. നിനക്ക് ഞാനൊരു പേരിടും. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. നിനക്ക് അപ്പു എന്ന് ഞാൻ പേരിടും. അപ്പു, അത് മതി. അല്ലാതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും വിളിപ്പിക്കില്ല ഏട്ടാ. അപൂർവനെ അതല്ല വിഷയം. ഈ കല്യാണം ഇവിടെ ഈ ആദ്യ രാത്രി നടത്തുന്ന പറഞ്ഞാൽ അത് വളരെ മോശപ്പെട്ട പരിപാടി. ആദ്യ രാത്രി ഇവിടെയോ? പിന്നെ അല്ലാതെ നിങ്ങൾ എന്തറിഞ്ഞോണ്ട്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കല്യാണമായിരുന്നു. ഇവന്മാര് പീസ് ഊരിക്കൊണ്ട് പോകുമ്പോ ആര് പറഞ്ഞു വയറും കട്ട് ചെയ്ത് വെച്ചേക്കുന്നു? ഇവിടെ ഞാൻ ആദ്യ രാത്രി നടത്തും. അതാണ് എന്റെ പ്രതിഷേധം. താൻ മനസ്സിലാക്കേണ്ട അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. KCB സ്ഥാപനം എന്ന് പറയുന്നത് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ആദ്യം മനസ്സിലാക്കണം. എന്ന് വിചാരിച്ച് ഇതുപോലുള്ള അനാവശ്യം കാണിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് അവസ്ഥ അറിയോ? സെക്ഷൻ നമ്പർ 412(4) പ്രകാരം കഠിന തടവിന് ശിക്ഷ വിധിക്കും നിങ്ങൾ കേട്ടോ, ഒരു കേസായാൽ. അല്ല, ഈ സെക്ഷൻ നമ്പർ ഒന്നുകൂടെ പറയാൻ പറ്റും? നീ കാര്യം വെച്ചിട്ട് നിനക്ക് സാറിന് നേരത്തെ പരിചയമുണ്ടോ? ഇല്ല. നീ ആഹാരം കഴിച്ചോണ്ട് സാറ് നിന്റെ ആഹാരം വല്ല തട്ടി പറിച്ചോണ്ട് ഓടിയാ? അതെങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് പുള്ളിയെ. നീ ഉറങ്ങി കിടന്നപ്പോ എന്റെ കുപ്പി ഉണ്ടെന്ന് ഞാൻ അഴുക്ക സൗണ്ട് ഉണ്ടാക്കി നിന്നെ ഉണർത്തിയ. നിനക്ക് വട്ടാണ്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ നീ എന്തുണ്ട് അങ്ങേടുത്ത് ആ സെക്ഷൻ വീണ്ടും പറയണത്? ഒരു പ്രാവശ്യം അങ്ങനെ പറഞ്ഞൊപ്പിച്ചത് അങ്ങേക്ക് മാത്രം അറിയാം. ഇനി ഒരിക്കൽ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നാക്ക് കുരുങ്ങി കറങ്ങി അങ്ങേരൂടെ വീണ് ചാവും. നീ എന്തുണ്ട് ഇതൊക്കെ പറയാൻ പോണോ? മഹേഷ്, അത് കാര്യം എനിക്ക് മനസ്സിലായി. എപ്പിസോഡ് വരുമ്പോഴേ ഒരു പോസ്റ്റർ വരുമല്ലോ, അതിൽ ക്യാപ്ഷനിൽ "ശെൽവനെ കുരുക്കിയടിച്ച് ഷബോൺ ഷാ" എന്ന് പറയണം. അതാണ് സംഭവം. മനസ്സിലായി. ഫ്രണ്ടിൽ നിൽക്കണം, ഹോട്ടലിൽ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കണം ആദ്യം. എന്റെ ദൈവത്തിനാണ് നേരി ഞാൻ അങ്ങനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നീ ആഗ്രഹിച്ചില്ലെങ്കിൽ നിന്റെ ഈ ആഗ്രഹം കൂടെ നടക്കത്തില്ല. അത് നടത്താൻ വേണ്ടിട്ടാ വന്നത്. നടത്തിയിട്ടേ പോവും. ഞാനൊരു കാര്യം നിങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഒരു വിചാരമുണ്ട് KCB എന്തും വന്ന് നടക്കാന്നുള്ള. അങ്ങനെയല്ല. നിങ്ങൾ ആദ്യം KCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു KCB മാത്രമല്ല, പിന്നെ ജനങ്ങൾക്ക് സേവനം കൂടെ ചെയ്യണം. അതാണ് KCB കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആണ്. സേവനം ഇല്ലെന്ന് പറയുന്നില്ലോ. പക്ഷേ പൊതുജനം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാം? വൈദ്യുതി എവിടെന്നാ ഉണ്ടാവുന്നേ? വൈദ്യുതി എവിടുന്നാ ഉണ്ടാവുന്നത്? വെള്ളത്തിൽ നിന്ന് ആണല്ലോ. അതറിയാം. വൈദ്യുതിയുടെ പിതാവ് ആരാണ്? എടാ, ഒരു കാര്യം ചോദിക്കുമ്പോ അത് കറക്റ്റ് ആയിട്ട് ചോദിക്കണം. മനസ്സിലായി? വൈദ്യുതിയുടെ പിതാവ് ആരാണ്? എടാ, വൈദ്യുതിയുടെ പിതാവ് ആരാണെന്നും വൈദ്യുതിയുടെ അമ്മയോട് ചോദിക്കണം. നിനക്കറിയാവോ? അമ്മ ചൂണ്ടിക്കാണിക്കുന്ന ആരാണോ അതാണ് വൈദ്യുതിയുടെ പിതാവ്. എന്റെ അടുത്താണ് വൈദ്യുതിയുടെ പിതാവ് ചോദിക്കുന്നത്. KCB ഉദ്യോഗസ്ഥനാണെന്ന് നോക്കുന്നില്ല. അടിച്ച് പിരിച്ചു കളഞ്ഞാൽ എന്റെ പിടിവിട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു. വൈദ്യുതിയുടെ അമ്മേ അതാര്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഈ കട്ടിലും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേ എനിക്കറിയാം ഇവന്റെ തലയ്ക്കകത്തൊന്നുമില്ല, ഒരു ബുദ്ധിയില്ല. വൈദ്യുതിയുടെ അമ്മേ? എന്റെ പൊന്ന് സാറേ, ഇവിടെയുള്ള കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം വൈദ്യുതിയുടെ പിതാവ് വിശ്വംഭരനാണെന്ന്. ഓ, എന്റെ അച്ഛൻ പുള്ളിയാള് ശരിയല്ലേ സാറേ? അമ്മയ്ക്ക് ഭയങ്കര സംശയമോ? മിക്കവാറും വൈദ്യുതിയെ ഞാൻ ചേട്ടാന്ന് വിളിക്കേണ്ടി വരും. മഹേഷിന് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ജോലി കിട്ടിയത്? ഞാൻ ഈ PSC ടെസ്റ്റ് ചെയ്തു സാറേ 2 പ്രാവശ്യം. എന്നിട്ട് ഈ ഓണ സമയത്താണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെയാണ്. അത്തച്ചിട്ടിക്ക് ഫസ്റ്റ് അടിച്ചാണ് ഇവിടെ ജോലി കയറിയത്. വൈദ്യുതിയുടെ പിതാവ് വിശ്വംഭരൻ. മഹേഷേ, ഹലോ. വൈദ്യുതിയുടെ പിതാവ് ആരാ സാറേ? ഇവിടെ മനസ്സിലാക്കാം. മൈക്കിൾ പാരഡേ. പിന്നെ നാദൃശ്യം പറഞ്ഞപ്പോഴേ നാദൃശ്യ പിന്നെ മൈക്കിൾ പാരഡി പറഞ്ഞ ആരാ? നാദൃശ്യല്ലേ? കൺസ്യൂമർ നമ്പർ മഹേഷേ. സാറേ, വേറെ കാര്യം ചോദിച്ചോട്ടെ. ഇനി നാദൃശ്യല്ല മറ്റേ വീട് രായ്പം വല്ല ആണോ? പ്ലാൻ ചെയ്യാം, അത് നോക്ക്. ഹലോ, മോളെ ചിഞ്ചിറാണേ. നമ്മുടെ വീട്ടിലുള്ള കറണ്ട് ഇല്ലാത്തത്. ഇവിടൊക്കെ കറണ്ട് ഉണ്ട്. ഇവിടെ AC ഒക്കെ ഇട്ട് ഇവരങ്ങ് സൂയിക്കുമല്ലേ. നീ ഒരു കാര്യം ചെയ്യ്. ആപ്പിളും
ആ ആപ്പിളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോരും. ആ ശരി ശരി, ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, സാധനം സെറ്റ് ചെയ്തു. സാറേ അവ ആ പെണ്ണുമ്പിള്ളയും കൂടെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തണം, എന്തെങ്കിലും ചെയ്യണം. എത്രയും പെട്ടെന്ന് പോടോ. ഇവിടെ ആദ്യം ആ പെണ്ണുമ്പിളെ വിളിക്കട്ടെ, കാര്യം എന്തോ? ഞാൻ ചാനലിൽ വിളിക്കട്ടെ. ചാനൽ വിളി. ചാനൽ വന്നു കഴിഞ്ഞാൽ ചാനലൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. സാറേ ചാനലില്ല. എവിടെ ചാനലിൽ 2 ദിവസം ഇലക്ഷന്റെ മറ്റേ റിസൾട്ട് ആയിരുന്നല്ലോ, ഇവിടെ നിന്ന് അലറി വിളിച്ച് വായൊക്കെ കഴിച്ച് വാ വെക്കാൻ പറ്റാതെ അവിടെ കിടക്കാണ്. അവിടെ വരാൻ പറ്റില്ല. പോലീസിനെ വിളിക്കാം. പോലീസൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. പോലീസ് എന്ന് പറഞ്ഞ പോലീസുകാർ ഇവിടെ ഇല്ല. ഇവിടെ പോയി എല്ലാരും കൂടി മൂന്നാറിലെ ഒരാഴ്ച കൊണ്ട് അവരെ ഒരു കേസിന്റെ അന്വേഷണമായിട്ട് അടയ്ക്കുകയാണ്. ചുമ്മാതാ ചൂട് കാരണം എല്ലാം കൂടെ തണുപ്പടിക്കാൻ വേണ്ടി പോയി കിടക്കും. കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ആരെ വിളിക്കാൻ സാറേ? ഇവരെയൊക്കെ എവിടുന്ന് കിട്ടി സാറേ? ഇവന് അല്ല നിങ്ങൾ കാണിച്ചല്ലേ മോശം. നിങ്ങൾ ഇവിടെ വന്നിങ്ങനെ കിടക്കേണ്ട കാര്യം. ഞാൻ കിടക്കും. ചൂടായ ഞാനും ചൂടാവും. അങ്ങനെ ചൂടായ ഞാൻ ചൂടാവും. ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഥ ഇപ്പം മനസ്സിലായല്ലോ. നിങ്ങൾക്ക് കഥ മനസ്സിലായി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർഷം കൊണ്ട് ഞാൻ പ്രേമിച്ച് കെട്ടിയ എന്റെ പെണ്ണാണ്. അത് മനസ്സിലായി. ഇവളെ കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാർക്ക് വരെ എന്നോട് ശത്രുത. ശത്രുതാരുടെ കാര്യം എന്റെ സാറേ, ഇത്രയും സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ട ആർക്കാണ് ശത്രു തോന്നാത്തത്? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പഞ്ചായത്തിലില്ല ഇത്രയും സൗന്ദര്യമുള്ളൊരു പെണ്ണ്. സാറേ സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും. സാറേ ട്രാഫിക് പോലീസ് ഒക്കെ ഉണ്ട്, അവരെ വിളിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് വിളിക്കാം. സൗന്ദര്യം എന്ന് പറയുമ്പോഴത്തേക്ക് സാറേ അമ്പും ബില്ലുമായിട്ട് കുറച്ച് വനപാലം ഇരിക്കുന്നത്, അവരെ വിളിക്കട്ടെ. അവരെടുത്ത് അത് വിട്ടിട്ട് അവിടെ നിൽക്കാൻ പറയണം. ഞാൻ വിളിക്കാം. സ്വിച്ച് ഓഫ് ചെയ്ത് വേണം. ഞാൻ പറഞ്ഞുതരാം. അവിടെ ഈ കണ്ണുണ്ടല്ലോ, കണ്ണാ അത്തിപ്പഴമുണ്ട് കൊച്ചിന്റെ അല്ലേ? ആ അത്തിപ്പഴം വെച്ചിരിക്കുന്ന പോലെ പൂച്ച കണ്ണാണ്. ചില പെൺപിള്ളേർക്കാണ് ഇങ്ങനെ. എന്റെ സാറേ, ഈ പൂച്ച കണ്ണും വെച്ച് അവള് കണ്ണാടിയുടെ വിടവി കഴിഞ്ഞ് നോക്കുന്ന കണ്ടാല് ചില ടീച്ചർമാർക്ക് അത്ര നോട്ടം. അതുപോലെ മൂക്ക് മറ്റേ ക്യാരറ്റ് ചെത്തി മിനുക്കി വെച്ചേക്കുന്ന പോലെ ഇരിക്കാണ് മൂക്കല്ലേ? പിന്നെ ചുണ്ടാണ് ചെറിപ്പഴമാണ്. ആണല്ലേ? ഇത് പിന്നെ ഈ താടിയുണ്ട്, അത് ഇരട്ട താടിയാണ്. ആപ്പിള് ചെത്തി വെച്ച പോലെ ഇരിക്കും. ഇവ ഏതോ ഫ്രൂട്ട്സ് കടയുടെ പരസ്യം പറയാൻ വന്നു. നിനക്കെന്തോ കുഴപ്പം മഹേഷ്? ആ ചെറുപ്പക്കാരന്റെ വേദന മനസ്സിലാക്കണ്ടേ മഹേഷ്? ഇങ്ങനെയല്ല നേരത്തെ പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കാതെ അവ അത്ര വിഷമിച്ച എത്ര നാളായിരുന്നു കല്യാണം കഴിച്ചത്? അതിനായിട്ട് ഫീസും വലിച്ചു വരിട്ട് ഓഫീസ്. എന്തോ ഓഫീസ് പറ. അങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു ഇത്. ഞാൻ വരൂ വിളിച്ചിട്ടുണ്ട്. വരും. ഇപ്പൊ വരും. ഇവിടെ വരൂ. ഇപ്പൊ വരും. മഹേഷേ എല്ലാം കഴിച്ചായിരുന്നാ? ഞാൻ ഇവിടെ ടച്ച് വെട്ടി ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഈ കഴിക്കുന്നത്. വീട്ടിൽ പോക്കൊന്നും ഇല്ല ഇപ്പൊ? 2 ദിവസമായി പോയിട്ട്. വീട്ടിൽ പോയി കൊച്ചുങ്ങളെ കണ്ടിട്ട് ഞാൻ ഉണ്ടല്ലോ നൈറ്റ്. ഇനിയിപ്പോ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാൻ ഞാൻ പോണില്ല സാറേ. അത് മാത്രമല്ല, എനിക്കല്ലേ നൈറ്റ് ഡ്യൂട്ടി, സാറിനല്ലല്ലോ. മഹേഷ് പോയിട്ട് ഞാൻ പോകത്തില്ല. ഞാൻ ഇതിന് തീരുമാനമായിട്ടാ ഞാൻ ഡീൽ ചെയ്തോളാം. ഇല്ലില്ല, ഞാൻ ഇത് കഴിയാതെ ഞാൻ പോകത്തില്ല. അല്ല അവന്റെ ആദ്യ രാത്രി അറിയാമല്ലോ. അവളിപ്പോ വരും. നൈറ്റ് ഡ്രസ്സും ഗൗണുമായിട്ട് ഇപ്പൊ വരും. നൈറ്റ് ഡ്രസ്സും ഗൗണും പുല്ലപ്പൊക്കെ വെച്ച്. മഹേഷിന് വേണം. എന്താ സാറേ നൈറ്റ് ഡ്രസ്സും ഗൗണും? നൈറ്റ് ഡ്രസ്സും അവിടെ ഈ ബീഫിലേ തേങ്ങ കൊത്തിട്ട് ഒരു പെരട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ കടയിലേ നല്ല ടേസ്റ്റാ. നല്ല ടേസ്റ്റാണ് ബീഫ് തട്ടിയുടെ. മേടിച്ചോണ്ടോ? അത് ഫോൺ വിളിച്ച് ചോദിച്ചാൽ കൊണ്ടുവരുമല്ലോ. അത് അവരെടുത്ത് വെച്ചോണ്ടിരിക്കുന്ന. നമുക്ക് അല്ലെങ്കിൽ ഓൺലൈനിൽ വരുത്താന്ന്. സാർ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് സെറ്റ് ചെയ്യാം. ഒന്നും പോടാ. സാറിനിപ്പോ ബീഫ് കഴിക്കണം അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ വിളിച്ചു പറഞ്ഞിപ്പോ ഇവിടെ വരുത്താം. പിന്നല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതെ ഇതെങ്ങനെ ചങ്ക് കഴുത്താണ്. ചങ്ക് പരഞ്ഞ് നീ ശംഖ് കഴുത്തെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? അനങ്ങണ്ടേ ഇവിടെ നിന്ന്? എന്തെങ്കിലും പറഞ്ഞ നീ ഒരു സൈഡ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയ അവ അനങ്ങുമില്ല. നീ ശംഖ് കഴുത്ത് മൂക്ക് സാറേ ഫ്രൂട്ട്സ് അവര് ലൈൻ ബിസിയാണ് കേട്ടാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ചെന്ന് അവിടെ ചെന്ന് കഴിച്ചിട്ടേ സാറിന് കഴിക്കാൻ വേണ്ടി ഞാനൊരു പാർസൽ വാങ്ങിച്ചോണ്ടല്ലോ. വിശപ്പ് കാണൂലേ? എന്റെ വിശപ്പ് നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ മഹേഷ്. ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്കുന്നുണ്ടോ മഹേഷ്? പോയിട്ടോ എനക്ക് വെച്ചിട്ടാ കിഴങ്ങ് വാച്ചോണ്ടരാടാ. ആദ്യ രാത്രി ആഘോഷിക്കാനൊക്കെ എവിടെ നിന്ന് കിട്ടുന്ന സാറേ ഇങ്ങനെയുള്ളവനെയൊക്കെ? ഇപ്പൊ നേരത്തെ പറഞ്ഞ അത്തച്ചിട്ടി വഴി കയറിയാന്ന് തോന്നുന്നു. അല്ല ഉള്ളവർ ഇത് വരൂലേ? കൊച്ചു വരൂലേ? അതൊക്കെ വരും. മനസാക്ഷി ഇല്ലാത്തവരാണ്. മനസ്സാക്ഷി ഒരു പ്രത്യേക സ്വഭാവം. ആറിന് പക്ഷെ നല്ല മനസ്സാണ്. ചെറുതായിട്ട് ഞാനും അവളും കൂടെ ഈ ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നല്ലതല്ലേ ഹണിമൂണൊക്കെ? നല്ല. അപ്പൊ നിങ്ങൾ ഊട്ടി പോണോ കൊടൈക്കനാലിൽ പോണോ എന്നൊരു പ്ലാൻ ഉണ്ട്. എങ്ങും പോലെ അവിടെയൊക്കെ എവിടെ ഉള്ള ആൾക്കാരെല്ലാം പണക്കാരെല്ലാം തണുപ്പ് കൊള്ളാൻ വേണ്ടി അവിടെ പോയി കിടക്കുന്നു. ഇവിടെ മതി. ഈ നാട് ഇവിടെ നിങ്ങൾ പ്ലാൻ ചെയ്തോ? ഇവിടെ സെറ്റ് ചെയ്തോ? അല്ല വേറൊരു കാര്യമുണ്ട്. ഞാൻ സംഭവമൊക്കെ ഓക്കെയാണ്. പക്ഷെ ആരെങ്കിലും ശല്യപ്പെടുത്താൻ വന്നാൽ ആര് ശല്യപ്പെടുത്താൻ വരും? ഒരു സ്റ്റേ കമ്പി പോലെ ഞാൻ ഇവിടെ ഉണ്ടാവും. ഒരു തനങ്ങൂലല്ലോ ഇവിടെ. ഇതുപോലെ
തേക്കമ്പി. ഈ കമ്പിയുടെ മേളിൽ കഴിച്ച് ആരെങ്കിലും ചാടി വന്നാലോ? കറണ്ട് അടിപ്പിക്കും ഞാൻ. സാറേ അത് കണ്ടു വരുന്നു, ഇവൻ സമ്മതിക്കത്തില്ല. അല്ല ഞാൻ വാങ്ങാൻ പോയില്ല. പോവാതെ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അല്ലല്ല വേറെ സന്തോഷം പറയാൻ വന്നത്. എന്താണ് എന്റെ സന്തോഷം? അല്ല ഞാനേ പോയ വഴിക്കാണ് ഇവന്റെ വീട്. പിന്നെ ഞാൻ കയറിയ ഫീസൊക്കെ കെട്ടി റെഡിയാക്കി. ഇനിയിപ്പോ നിനക്ക് എടുത്തിട്ട് പോക്കോ, കുഴപ്പമില്ല കേട്ടാ. എന്റെ പൊന്നു സാറേ, ഞാൻ വിചാരിച്ച നിങ്ങൾ ഭയങ്കര ക്രൂരനാണെന്നാണ്. ഞങ്ങള് ജനസേവകരല്ലേടാ. എന്റെ ദൈവമേ, തിലകന്റെ മുഖവും ജയഭാരതിയുടെ മനസ്സ് വന്ന് ആരറിഞ്ഞു? ഞാൻ ഒരു കാര്യം ചെയ്യാം. എന്റെ പൊന്നോ മതി, എന്തെങ്കിലും മതി. അപ്പൊ സാറേ എന്നാ പിന്നെ ഓക്കെ ഓക്കെ ചെല്ലു. അപ്പൊ പിന്നെ സാറേ ഞാൻ പോയി ആ ബീഫ് വാങ്ങിച്ചോണ്ട് കേട്ടോ. വേണ്ട ആ പൈസ ഇങ്ങോട്ട്. പൈസ ഇങ്ങോട്ട്. അല്ല സാറേ എനിക്ക് വിശക്കണ്. വിശപ്പിന്റെ വില എന്തെന്ന് നീ മനസ്സിലാക്കണം. അല്ല, എന്റെ ഭാര്യയുടെ കാതിലെ കമ്മലിന്റെ കാര്യം ഞാൻ പറയാം. ഇവിടെ അല്ലല്ലോ, അവിടെ അല്ലേ. ചെല്ല് മനുഷ്യ അങ്ങോട്ട്.